ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനം 16. ദൈവം എൻ്റെ അവകാശം. 16:2. അവിടുന്നാണ് എൻ്റെ കർത്താവ്, അങ്ങിൽ നിന്നല്ലാതെ എനിക്ക് നന്മയില്ല എന്ന് ഞാൻ കർത്താവിനോട് പറയും. ദൈവത്തിൽ നിന്നല്ലാതെ ഒരു നന്മയും പുറപ്പെടുന്നില്ല. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ദൈവത്തിന്റെ വലിയ അനുഗ്രഹം എപ്പോഴും കൂട്ടായി ഉണ്ടായിരിക്കും. 3-4 വചനങ്ങൾ ഇപ്രകാരം പറയും: ലോകം വിശുദ്ധരെന്ന് കരുതുന്ന ദേവന്മാര് നിസ്സാരന്മാരാണ്, അവരിൽ ആനന്ദം കൊള്ളുന്നവർ അഭിശപ്തരാണ്. അന്യദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു. ലോകം വിശുദ്ധരെന്ന് കരുതുന്ന ദേവന്മാർ അവർ നിസ്സാരരാണ്, അവരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു. വിഗ്രഹാരാധനയിലേക്കൊക്കെ പോകുന്നവർ തീർച്ചയായിട്ടും തങ്ങളുടെ ജീവിതത്തിന്റെ ദുരിതമാണ് വർദ്ധിപ്പിക്കുക. ദാവീദ് രാജാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്: നമുക്ക് ഒരേ ഒരു ദൈവമുള്ളൂ, അവിടെ നിന്നാണ് എൻ്റെ കർത്താവ്, അങ്ങിൽ നിന്നല്ലാതെ ദൈവത്തിൽ നിന്നല്ലാതെ ഒരു നന്മയും പുറപ്പെടുന്നില്ല. 16-ാം സങ്കീർത്തനം അതൊരു പ്രവാചക സങ്കീർത്തനമാണ്. ദാവീദ് രാജാവ് ഈശോയെ കുറിച്ച് പറയുന്ന ഒരു പ്രവചനമാണ് എന്ന് ഈ സങ്കീർത്തനത്തെ കുറിച്ച് പറയുക. അപ്പസ്തോല പ്രവർത്തനം 2-ാമത്തെ അധ്യായം പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ കാണുന്നു. 2-25 മുതലുള്ള വചനങ്ങൾ ഇപ്രകാരമാണ്: ദാവീദ് അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഞാൻ കർത്താവിനെ എപ്പോഴും കൺമുമ്പിൽ ദർശിച്ചിരുന്നു, ഞാൻ പതറിപ്പോകാതിരിക്കാൻ അവിടുന്ന് എൻ്റെ വലതുവശത്തുണ്ട്. ജീവിതത്തിൽ എപ്പോഴും ദൈവം തൻ്റെ കൂടെയുണ്ട്, തൻ്റെ വലതുവശത്തുണ്ട്. ഞാൻ പതറിപ്പോകാതിരിക്കാൻ ദൈവം എന്നോട് കൂടെയുണ്ട് എന്ന് ദാവീദ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് തുടർന്നുള്ള വചനത്തിൽ പ്രകാരം പറയുക: കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും, എൻ്റെ ഭാഗതയും അവിടുത്തെ കരങ്ങളിലാണ്. അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്, വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. അഭികാമ്യമായ ഓഹരി, ദാനം എല്ലാം ദൈവം എനിക്ക് നൽകിയിരിക്കുന്നു. എന്തെന്നാൽ ദൈവം എൻ്റെ വലതുവശത്തുണ്ട്, ഞാൻ കർത്താവിൻ്റെ നാമം മാത്രമാണ് വിളിച്ച് അപേക്ഷിക്കുക. 8-ാമത്തെ വചനം പ്രകാരമാണ്: കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. 10 മുതലുള്ള വചനങ്ങൾ: അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. പ്രവർത്തനം 2-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വചന പ്രകാരമാണ്: അതുകൊണ്ടാണ് അവൻ പാതാളത്തിൽ ഉപേക്ഷിക്കപ്പെട്ടില്ല, അവന്റെ ശരീരം ജീർണിക്കാൻ ഇടയായതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ മുൻകൂട്ടി ദർശിച്ചുകൊണ്ട് ഗോത്രപിതാവായ ദാവീദ് പ്രകാരം പ്രവചിച്ചു. അതെ, എന്നേക്കും ജീവിക്കുന്നവനായ ദൈവം നമ്മുടെ വലത്തുഭാഗത്തുണ്ട്. നാം തളരുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. 8-ാമത്തെ വചനം പ്രകാരം പറയും: കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. 7-ാമത്തെ വചനം: എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു, രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ എപ്പോഴും ദൈവം തുണയ്ക്കും. രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ ദൈവത്തിന്റെ വചനം, പ്രബോധനം നിറയും. 11-ാമത്തെ വചനം: അങ്ങ് എനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു, അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്, അങ്ങയുടെ വലത്തുകയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്നവന് എന്നും ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്, അവന് ശാശ്വതമായ സന്തോഷമുണ്ട്. എന്നും നിലനിൽക്കുന്ന സന്തോഷവും ആനന്ദവും സ്വന്തമാക്കണമെങ്കിൽ ഏക സത്യദൈവമായ ഈശോയിൽ വിശ്വസിക്കുക. അവൻ എപ്പോഴും നമ്മുടെ വലതുവശത്തുണ്ട്, ഒരിക്കലും നമ്മെ തള്ളിക്കളയുകയില്ല. അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകുവാനായിട്ട് ഇടവരുത്തുകയില്ല എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 3:16 നമ്മെ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കാം. അവൻ എപ്പോഴും നമ്മുടെ വലതുവശത്തുണ്ട് എന്ന ബോധ്യത്തിൽ ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.